എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാനേ അച്ചാറിട്ട് ഇങ്ങോട്ട് വന്നതേ ഇവൾ കണ്ടില്ലേ, വിയർത്ത് കുളിച്ചിരിക്കുന്നത്. ഇത് AC ഇട്ടിട്ടും ഇങ്ങോട്ട് തണുപ്പ് അങ്ങോട്ട് വരുന്നില്ല. പിന്നെന്താ, ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് അധികം കമൻസ് ഒന്നും വന്നില്ല കേട്ടോ. എല്ലാവരും തുടങ്ങിയിരിക്കുവാന്നോ. ഇപ്പോൾ വീണ്ടും നമ്മൾ തദൈവ നമ്മുടെ കൊച്ചടുക്കളയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. വേറെ എന്താ കാണിക്കുന്നത്? എന്തെങ്കിലും വെളിയിലൊക്കെ പോവുകയാണെങ്കിൽ വെളിയിലൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ചൂട് കാരണം മുടിയെല്ലാം ഒന്ന് വാരി കിട്ടിയതാണ്. പിന്നെ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് ദാഹശമനി എന്ന് പറയുന്നത്, പതിമുഖമല്ലേ ദാഹശമനി, അത് നല്ല നമ്മുടെ ഈ രാമച്ചത്തിൻ്റെയൊക്കെ ടേസ്റ്റാണ്. കൊണ്ടുവന്നായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന്, ആങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇതെല്ലാം എടുത്തിട്ട് കണ്ടില്ലെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താ ഈ കളറിങ്, ഒരു മിനിറ്റ്, കഴിഞ്ഞ ദിവസം ഇങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഓരോ സാധനങ്ങൾ എടുത്തോണ്ട് കപ്പലണ്ടി ഞാൻ എടുത്തായിരുന്നു. കപ്പലണ്ടി ഇപ്പോഴാണ് എടുത്തത്. അപ്പോൾ കപ്പലണ്ടി ആങ്ങളെ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് അവർ പാക്ക് ചെയ്തിട്ട് ഒരു പേപ്പറിൽ, ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു. എന്നിട്ട് അന്നേരം ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു, എടി ഒരു വേറൊരു കവറിലൂടെ ഇടാൻ. അപ്പം ഞാൻ ആ കവർ ഇട്ട വഴിക്ക് ഈ പതിമുഖം കൂടെ അതിൻ്റെ അകത്ത് കെട്ടിയത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നോക്കാം, അന്നേരം മൊത്തവും നോക്കി അവസാനം അത് കിട്ടി. ഉടനെ ഞാൻ വിളിച്ച് പറഞ്ഞ് കിട്ടിയെന്ന്. എനിക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടം. ഇവിടെ ഇവർക്കൊന്നും അങ്ങനെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. പിന്നെന്താ, ഗീതേജ് പറഞ്ഞായിരുന്നു വിജയ മഴ വേണമെങ്കിൽ ഇച്ചിരി തരാമെന്ന്. ഇവിടെ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പം വരും ഇനിയിപ്പം മഴ വന്നാൽ പിന്നെ നമ്മൾ ചിന്തിക്കും, മഴ വേണ്ടായിരുന്നേ എന്ന്, തുണിയൊക്കെ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട്. മഴയില്ലെങ്കിൽ പറയുമോ വെച്ച് മഴ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ അല്ലെങ്കിലും എനിക്കിപ്പോൾ തുണി ഇവിടെ വെളിയിൽ ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഈ നെറ്റിക്ക് ഇങ്ങനെ അടിച്ചത് കൊണ്ട്. നമുക്കൊരു എന്താ ഒരു ഫ്രീഡം അങ്ങോട്ടില്ല. ആകെ ഇച്ചിരി ഇട്ടാ വട്ടത്തിലുള്ള സ്ഥലമുണ്ട്. പിള്ളേർ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കയറിയപ്പോൾ അവർ പറയുമോ നമ്മുടെ വീട് വെറും ചെറുതാണ്. കാരണം നാട്ടിൽ ഇത്രയും ഇങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് കയറി വന്നാൽ അവർക്ക് ഇതൊരു ചെറുതായിട്ട് തോന്നും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ചേച്ചിയുടെ നേരത്തെ ഇങ്ങാണ്ടുള്ള ഫോട്ടോയാണ്, ഒരു ഫോട്ടോ എൻ്റെ ആയിരുന്നു. ഞാനത് ഇതിൻ്റെ അകത്തൊന്ന് ഇട്ടേക്കാമേ. ഓക്കെ. അപ്പം ഞങ്ങൾക്ക് കുടിക്കാനൊക്കെ ഒന്ന് എടുത്തു. അപ്പോൾ ഈ ആറ്റുന്നത് അവന്മാർക്ക് രണ്ടിനും ഇപ്പം ഞാൻ ചിലപ്പോൾ ചെയ്യുന്നത് ചായക്കകത്ത് തന്നെ ഒരിച്ചിരി കൂടെ പാൽ എക്സ്ട്രാ, ഞങ്ങൾക്ക് എടുക്കുന്ന ചായക്കകത്ത് ഒന്ന് കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് ഒരിച്ചിരി കൂടെ വേണമെങ്കിൽ തേയിലപ്പൊടിയും കൂടെ ഇട്ട് ഇച്ചിരി മധുരം അവർക്ക് ഇടും. ഞങ്ങൾക്ക് വെറും ലൈറ്റായിട്ടുള്ള മധുരമാണ്. അപ്പോൾ അതാണ് ഒന്ന് ആറ്റി അവർക്ക് ചായ രണ്ടുപേർക്കും കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം മോളി തോമസ് പറഞ്ഞു വീഡിയോ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്ത് ചെയ്യാനാ, ഇപ്പം അങ്ങോട്ട് വീഡിയോ ഒന്നും അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഈ അച്ചാർ പരിപാടി അതൊക്കെ ആകുമ്പോൾ എങ്ങനെയും പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കണമെന്നുള്ളൊരു ഇതാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. മിക്സ് ചെയ്തിട്ടൊന്ന് അടപ്പത്ത് വെക്കും. ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല, ഇതിൽ നല്ല വെള്ളമുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പും, ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കും. ബീഫ് കറി മാത്രമാണെങ്കിലും ഇവിടെ പിള്ളേർക്കാണെങ്കിലും കുഴപ്പമില്ല, റീച്ചാനാണെങ്കിലും ചപ്പാത്തിയൊക്കെ കഴിക്കുക, ഇതാണേലും മതി. അപ്പോൾ എനിക്ക് ഇന്നലത്തെ ഇരിപ്പുണ്ട് ഇച്ചിരി. അപ്പോൾ ഇന്ന് വേറൊന്നും ചെയ്യാൻ എനിക്ക് സമയം, കാരണം ഇന്ന് നാരങ്ങ ഈന്തപ്പഴം കൂടെ അച്ചാറിടുന്നത്. അപ്പോൾ അതിന് ഇത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നേരത്തെ. അപ്പോൾ അതിന് കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഇന്ന് ഇത് അങ്ങ് കറി വെച്ചിട്ട് ഇന്നത്തെ കൂട്ടാനൊക്കെ ഇത്തിരി ഇരിപ്പുണ്ട്, അതിലിന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച്. അപ്പം ഞാനിതൊന്ന് അടപ്പത്ത് വെക്കട്ടെ. ഇതിൻ്റെ കാര്യം അറിയാമല്ലോ, വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിനല്ലേലും നാട്ടിലത്തെ ആണെങ്കിലും എനിക്ക് തോന്നുന്ന വെള്ളമൊന്നും അങ്ങനെ ഒഴിക്കണ്ട, അതിൽ നിന്ന് തന്നെ വേവുമ്പം വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ ഇവിടെ പിള്ളേർക്ക് നന്നായി വേവണം ഇത്.
ആദ്യത്തെ 2 ഫ്ലെയിം വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തീ കുറച്ച് ഒരു 4-5 വിസിലൂടെ ഞാൻ അടിച്ചെടുക്കുക. അവർ പറഞ്ഞ് ഇത് ഇച്ചിരി കിളുന്താ, പെട്ടെന്ന് വേവ് വന്നോ നോക്കട്ടെ. അതിനുവേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇഞ്ചി ഒന്ന് കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കണം. സവാളയൊക്കെ ക്ലീൻ ചെയ്ത് കീറി കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. 2 ടൊമാറ്റോയും എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയായിരുന്നു, അതുകൊണ്ട് ഒരു 6-7 സവാള എടുത്തിട്ടുണ്ട്. ടൊമാറ്റോയും വെളുത്തുള്ളി ഇഞ്ചി സവാള എല്ലാം. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. എനിക്കിവിടെ ഇങ്ങനെ അടുത്ത് കൊച്ചുള്ളി കിട്ടാറില്ല. ഏതെങ്കിലും മലയാളി കടയിൽ ആണെങ്കിൽ കൊച്ചുള്ളി കിട്ടും. അപ്പം നമ്മൾ സവാളയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ തേങ്ങാക്കൊത്ത് കൂടി ഇടണമായിരുന്നു. എൻ്റെ ഈ സമയക്കുറവുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്ത് ഇടാഞ്ഞതാണ്. അല്ലെങ്കിലും തേങ്ങയൊക്കെ ഇപ്പം കുറേയും കൂടെ വില കൂടിയെന്നുള്ള ഇവിടെ ഇപ്പം കുഞ്ഞു തേങ്ങയാണെങ്കിലും 40-45 രൂപയൊക്കെയാണ്. അപ്പോൾ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം, ഇച്ചിരി ഉപ്പൂടെ ചേർത്തിട്ട്. ഒരു ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇട്ടാൽ വേവിച്ച്, ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരിയും, ഒരു 2 ടേബിൾ സ്പൂൺ മിക്സ് മുളക് പൊടി. ഇത് ഗരം മസാല ഒരു 2 ടേബിൾ സ്പൂൺ. മസാലയൊക്കെ മൂത്തു. പക്ഷേ ഇത് ഇങ്ങനെ ഇത്രയും ചുമന്ന കളറല്ല, ഒരു ഇച്ചിരി ഡാർക്ക് കളറാണ്. എനിക്ക് തോന്നുന്നു അപ്പുറത്ത് അവിടെ വെളിയിൽ പച്ച നെറ്റാണല്ലോ, ആ നെറ്റിൻ്റെ ആ ഒരു കളറും ലൈറ്റൂടൊക്കെ ആയതുകൊണ്ട് എനിക്ക് തോന്നി അങ്ങനെ വന്നേന്ന് തോന്നുന്നു. ഒരു വല്ലാത്ത ചുമപ്പ് പോലെ. ഇത് ചുമന്ന കളറല്ല, മസാലയൊക്കെ മൂപ്പിച്ചുണ്ടേ നല്ല ഡാർക്ക് കളറായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെയാണ് കാണുന്നത്. കാണുമ്പോൾ ഒരു വല്ലാതെ ഇരിക്കുന്നില്ല, മസാല മൂത്തില്ലെന്ന് തോന്നും. അപ്പോൾ മസാല മൂത്ത് ഞാൻ അതിൽ ബീഫിൻ്റെ വെള്ളം ഒരു ഇച്ചിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബീഫിൻ്റെ അകത്ത് വെള്ളം ഉണ്ടായിരുന്നു. ആദ്യം ആ മസാല ഒന്ന് ലൂസാവാൻ വേണ്ടി കുറച്ച് ഒഴിച്ച് കൊടുത്ത് ബാക്കിയും കൂടെ ആ കുക്കറിലുള്ളത് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അതിൻ്റെ അകത്ത് മൊത്തം കഷ്ണങ്ങളോട് ഇട്ടിട്ട്, ഇവിടുത്തെ ബീഫിൻ്റെ കഷ്ണം കണ്ടോ, നമ്മൾ അത്രയും വെച്ചിട്ട് ഇത്രയുമാണ് കിട്ടിയത്, അതങ്ങ് ചുരുങ്ങി. ഇപ്പം ഒരു നല്ല ഡാർക്ക് കളറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇനിയൊന്ന് അതിൻ്റെ അകത്ത് കിടന്ന് മസാലയൊക്കെ ആ ബീഫിൻ്റെ അകത്ത് പിടിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അത് ഞാനിങ്ങനെ അടപ്പത്തിട്ടിട്ട് പിന്നെ ഞാൻ എൻ്റെ അച്ഛൻ്റെ പരിപാടി അകത്ത് പോയി. നാരങ്ങ ഞാൻ അരിഞ്ഞ് ഉപ്പിട്ട് 2 ദിവസം കൊണ്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഈന്തപ്പഴമൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ചൂടുവെള്ളത്തിയിട്ട് കഴുകിയൊക്കെ എടുത്ത് അതൊന്ന് എടുത്ത് സോക്ക് ചെയ്യാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തു. ഇനി ഇതിലേക്ക് കടുക് കൂടെ വറുത്ത് ചേർക്കാം. അയാൾ പറഞ്ഞ ശരിയായിരുന്നു, പെട്ടെന്ന് നന്നായിട്ട് വേവുന്ന ബീഫായിരുന്നു. ഇപ്പം നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ പൊടിക്കുവാണെങ്കിൽ അതങ്ങ് പൊടിയും. അതുപോലെ വേവണം ഇവിടെ പിള്ളേർക്ക് രണ്ടിനും. അല്ലെങ്കിൽ അവർക്ക് ബീഫിനോട് അത്ര താല്പര്യമില്ല, അവർക്ക് ചിക്കനോടാണ് താല്പര്യം. പക്ഷേ റീച്ചാന് നേരെ തിരിച്ചാ ബീഫാണ് ഇഷ്ടം. ഇച്ചിരി നേരം കഴിഞ്ഞാണ് ഞാനിത് ഒന്നുകൂടെ ഇളക്കി വെച്ചാൽ. അപ്പം ബീഫ് കറി റെഡിയായി. ഇനിയും വേണം എനിക്ക് അച്ചാറൊക്കെ. അച്ചാറിൻ്റെ എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയും കാണിക്കുന്നത് ഞാൻ പറഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞിടെ നോക്കിയപ്പോഴാണ് ചേച്ചിയുടെ ഫോട്ടോ കണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് കേട്ടോ. ഇതാണ് ചേച്ചിയും ഹസ്ബൻഡും മോനും. ഒരു മോനേ ഉള്ളൂ. അവൻ മെക്കാനിക്കൽ എൻജിനീയർ കഴിഞ്ഞിട്ട് ഇപ്പം നിൽക്കുക. ഇപ്പം അനുവിൻ്റെ കാല് 2-3 ദിവസത്തിന് മുമ്പിട്ട് കുപ്പിച്ചില്ലുണ്ട് കാലിൻ്റെ വെള്ളയിൽ. അവൾ അതുകൊണ്ട് ഇങ്ങനെ നടന്ന്, ഞാൻ പറഞ്ഞ് നീ ഡോക്ടറെ പോയി കാണിക്കണം, അല്ലെങ്കിൽ അത് പ്രശ്നമാകും. അങ്ങനെ അവൾ പോയി TT എടുത്തെന്ന് പറയുന്നു.
അപ്പോൾ ഇങ്ങനെ ഏന്തി നടന്നോണ്ട് ഞാൻ പറഞ്ഞു, നീ പിന്നെ ഡോക്ടറെ കാണിച്ച് ഡ്രസ്സിങ് ഒന്നും ചെയ്തില്ലയോ എന്ന്. ഇല്ല ആൻറ്റി, അത് ഓപ്പണായിട്ട് വെച്ചോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ കാലിൻ്റെ വെള്ളയാകുമ്പോൾ അങ്ങനെ വേറൊന്നും ഒട്ടത്തില്ലല്ലോ. ഞാനിപ്പം പിന്നെ അവിടെ തുറന്ന് ഈ കാല് കഴുകിയിട്ട് എല്ലാം ചെയ്തിട്ട് പിന്നെ ഞാനത് ക്ലീൻ ചെയ്ത്, അകത്ത് മൊത്തം പൊടിയായിരുന്നു, ക്ലീൻ ചെയ്ത് ഈ ന്യൂസ്പോറിൻ പൗഡറും ഇട്ട് ഈ മൈക്രോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്ത്. അപ്പോൾ അത് മേൾ വരെ ഒട്ടിച്ചോണ്ടേ അത് ഒട്ടി. ഇപ്പോൾ അത് ഡ്രസ്സ് ചെയ്തിട്ട് അവൾ പോയി. 2 ദിവസം അതങ്ങനെ വെച്ചു. ഇന്ന് ഞാൻ ചോദിച്ചോണ്ടേ പറഞ്ഞ് ആ വേദനയെല്ലാം പോയി ആൻറ്റി, അവളത് ഇളക്കി മാറ്റി. അവളെനിക്കൊരു 100 താങ്ക് യു പറഞ്ഞ്. ഞാൻ പറയടി അതിനെന്തോ എൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നു, എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ചെയ്തു തന്നു, അതിന് നീ താങ്ക് യു ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞ് ഞാൻ അച്ചാറൊക്കെ ഇട്ടായിരുന്നു. ലാസ്റ്റ് സ്റ്റേജായി. ഇതിനി ഞാൻ നാളെ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം കുറച്ച് പേർക്ക് ഓർഡർ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. ആർക്കെങ്കിലും നാരങ്ങ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാർ വേണമെങ്കിൽ പിന്നെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയേ. അതുകൊണ്ടിപ്പം പിറ്റേന്നാണ് നമ്മുടെ നാരങ്ങയൊക്കെ നന്നായി സെറ്റായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊക്കെ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എടുക്കാൻ പറ്റുന്നത് പോലൊക്കെ ഞാൻ കുറച്ച് എടുത്തു. അപ്പം വീഡിയോ അങ്ങനെ ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.